കുറിശി വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് ഒരു പുരുഷ ജാതകവും ഒരു സ്ത്രീ ഗ്രഹനില ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹ പൊരുത്തം നോക്കിയ സമയത്ത് ഇവരുടെ ഗ്രഹനില തെറ്റായിരുന്നു. അങ്ങനെയുള്ള ഗ്രഹനില വെച്ച് വിവാഹ പൊരുത്തം നോക്കിയ രണ്ട് ഗ്രഹനിലകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ പുരുഷൻ്റെ ഗ്രഹനിലയിൽ ലഗ്നം വരുന്നത് കന്നി ലഗ്നമാണ്. അതുപോലെ സ്ത്രീയുടെ ഗ്രഹനിലയിൽ ലഗ്നം വരുന്നത് മകരൻ ലഗ്നമാണ്. അപ്പോൾ ഇവർ വിവാഹം കഴിച്ചു കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. കാരണം ജോലിയുടെ കാര്യം പറഞ്ഞു, ആ ജോലി കിട്ടുന്നില്ല. ബാക്കി പല കാര്യങ്ങളും സ്ത്രീക്ക് പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അവർ ഈ രണ്ട് ജാതകവുമായിട്ട് എന്നെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ടുപേരെയും അടുത്ത് പരിചയമുള്ള വ്യക്തികളാണ്, അതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഞാൻ പുരുഷ ജാതകം ഡേറ്റും സമയമൊക്കെ വെച്ച് പരിശോധിച്ചു. ആ പുരുഷ ജാതകത്തിൽ ഒരു തെറ്റുമില്ല, ഗ്രഹനില കറക്റ്റായിരുന്നു. അടുത്ത് സ്ത്രീയുടെ ഗ്രഹനില പരിശോധിച്ചു, ഡേറ്റും സമയവും വെച്ച്. അപ്പോൾ സ്ത്രീയുടെ ഗ്രഹനില തെറ്റായിരുന്നു. അതായത് അതിൽ വൃശ്ചികം ലഗ്നമെന്നാണ് എഴുതിയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ മകരൻ ലഗ്നമായിട്ട് വരും. ആ ഡേറ്റും സമയവും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സ്ത്രീയുടെ ഗ്രഹനില തെറ്റിപ്പോയി. അപ്പോൾ മകരൻ ലഗ്നമാകുമ്പം ഈ വിവാഹത്തിൻ്റെ ഭാവവും കാര്യങ്ങളും എല്ലാം ഈ വൃശ്ചികൻ ലഗ്നത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും. മകരൻ ലഗ്നം വെച്ച് നമ്മൾ ക്ലോക്ക് വൈസിൽ ഓരോ ഭാവങ്ങളും എണ്ണിയാൽ മനസ്സിലാവും. ഇവിടെ മകരൻ ലഗ്നത്തിൻ്റെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ഇവിടെ ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പുരുഷ ജാതകത്തിൽ കന്നി ലഗ്നം 7ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. അതിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. അതായത് ജ്യോതിഷത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ഒരു ഭാവം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലഗ്നവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധം വരണമെന്നാണ്. അത് വിവാഹത്തിൻ്റെ ഭാവം മാത്രമല്ല, ബാക്കി ഏത് ഭാവമായാലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലിൻ്റെ ഭാവമാണെങ്കിലും അതിന് ലഗ്നവുമായിട്ടൊരു ബന്ധം ആ ഭാവത്തിന് വേണം. അപ്പം ഇവിടെ ലഗ്നവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കാം. ലഗ്നവുമായിട്ട് ബന്ധം വരണമെങ്കിൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ പുരുഷ ഗ്രഹനിലയിൽ 7ാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹത്തിന്റെ ഭാവത്തിന് ലഗ്നവുമായിട്ട് വന്നത്. അതുപോലെ തന്നെ സ്ത്രീയുടെ ജാതകത്തിൽ മകരം രാശിയുടെ 1, 2, 3, 4ാം ഭാവം. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ലഗ്നത്തിന്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ വിവാഹത്തിന്റെ അധിപൻ നിൽക്കുന്നു. അതും ഒരു നല്ലൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവര് 33 വർഷമായിട്ട് ഒരു വിഷയവുമില്ലാതെ, അതായത് വിവാഹ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നേറുന്ന രണ്ട് ജീവിത പങ്കാളികളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം കഴിഞ്ഞ ജാതകത്തിൽ അവർ പൊരുത്തം നോക്കിയത് ഈ നക്ഷത്ര പൊരുത്തം, അതുപോലെ പാവസാമ്യം, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നോക്കിയത്. എന്നിട്ട് ചേരുവെന്ന് പറഞ്ഞു. പക്ഷേ ഈ തിരുത്തിയ ഗ്രഹനില അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്ര പൊരുത്തം തീരെ ഇല്ല. അതുപോലെ തന്നെ പാവസാമ്യം എന്ന് പറയുന്നത് ഇല്ല. അവർ നോക്കുന്ന രീതിയിലുള്ള യാതൊരു പൊരുത്തവും ഈ ഗ്രഹനിലയിൽ വരുന്നില്ല. എന്നിട്ടും ഇവർ 33 വർഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന രണ്ട് ദമ്പതികളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ ലഗ്നത്തിന് വിവാഹത്തിന്റെ ഭാവവുമായിട്ട് നല്ലൊരു ബന്ധം വന്നു. അതുപോലെ തന്നെ ഘടനാപൊരുത്തം, അത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊരുത്ത പരിശോധനയിൽ. ഘടന എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് നിയമങ്ങൾ ഒക്കെ ഉണ്ട്. കാരണം ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ മറ്റേ ആൾക്ക് ലഗ്നം വരണം, അല്ലെങ്കിൽ ത്രികോണത്തിൽ വരണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബന്ധങ്ങൾ, നിയമങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. അതനുസരിച്ച് നമുക്ക് നോക്കാം. ഇവിടെ പുരുഷന്റെ കന്നി ലഗ്നമാണ്. കന്നി ലഗ്നത്തിന്റെ 1, 2, 3, 4, 5 5ാം ഭാവത്തിൽ സ്ത്രീക്ക് ലഗ്നം വന്നു. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിന്റെ ത്രികോണമാണ്. തിരിച്ചെണ്ണിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9. പുരുഷന്റെ 9-ൽ, അതായത് സ്ത്രീയുടെ ലഗ്നത്തിന്റെ 9ാം ഭാവത്തിൽ പുരുഷന് ലഗ്നം വന്നു. അപ്പം പരസ്പരം അത് ഘടനയുള്ള ജാതകമാണ്, അല്ലെങ്കിൽ ഗ്രഹനിലയാണ്. അതാണ് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്, നക്ഷത്ര പൊരുത്തത്തിനോ പാവസാമ്യത്തിനോ ഒന്നുമല്ല കാര്യം, രണ്ടുപേരുടെയും ഗ്രഹനിലകൾ തമ്മിലുള്ള യോജിപ്പിലാണ് കാര്യം. അല്ലെങ്കിൽ ഘടനാപൊരുത്തം, രണരണീ ഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രഹനിലയിൽ. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, പല മാതാപിതാക്കൾക്കും
അവർക്ക് എന്താണ് സ്ഥിരമായിട്ടൊരു ആചാര്യൻ കാണും. ആ ആചാര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണു അടച്ചത് അങ്ങ് വിശ്വസിക്കും. ഒരിക്കലും അത് പാടില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു 2-3 അറിയാവുന്ന വ്യക്തികളെ കൂടി കാണിച്ചിട്ട് വേണം ഇതുപോലുള്ള വിവാഹം പോലുള്ള പൊരുത്തങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഉള്ളതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നമസ്കാരം.